അതാണ് കത്തോലിക്ക സഭ തുടർച്ചയായിട്ട് ബിഷപ്പുമാരും വൈദികരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് വിശ്വാസികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് വയനാട്ടിലെ ഈ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കുവാനുള്ളത്. എൻ ശ്രീകുമാർ, നഷ്ടം സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനാണ്. കാരണം പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വിഭാഗമാണ് വിട്ടുനിൽക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ വയനാട്ടിൽ ഇത് ഒരു തരത്തിലും പ്രതിഫലിക്കുകയില്ല. പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. അത് പക്ഷേ അത് മേക്കപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇനി അങ്ങോട്ട് വരുന്നത്. പാലക്കാട് ബാക്കി കിടക്കുകയാണ്. പിന്നെ ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അപ്പോൾ ക്രൈസ്തവ വിഭാഗം ഇങ്ങനെ മാറി ചിന്തിക്കുന്നു, അങ്ങനെ ഒരു പ്രതീതിയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭയും ഒക്കെ പറയണമായിരുന്നു, അങ്ങനെ ക്രൈസ്തവർ വിട്ടുനിന്നിട്ടൊന്നുമില്ല, ഇത് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്നവർക്കാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള സന്ദേശങ്ങളെങ്കിലും നൽകണമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വിലയിരുത്തൽ ശരിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ. മനുഷ്യരിലെ രണ്ട് കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്. ഒന്ന്, BJP എന്തുകൊണ്ട് ഇന്ന് അങ്ങനെ പറഞ്ഞു എന്നത്. രണ്ട്, ഈ ക്രൈസ്തവ സംഘടനകൾ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറുന്നു എന്നുള്ളത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് പറഞ്ഞതിന് ഒരു വിധത്തിലുള്ള കണക്കുകളും അതിന് പിൻബലം നൽകുന്നില്ല. കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ നടന്നു. ആ 20 മണ്ഡലങ്ങളിൽ നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ആവേശം, അത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് പ്രിയങ്ക ഗാന്ധിയെ വന്നു എന്നുള്ളത് കൊണ്ട് അത് കുറഞ്ഞു എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. പ്രിയങ്ക ഗാന്ധിയെ കണ്ടുകൊണ്ടല്ലല്ലോ വയനാട്ട് ഉപതെരഞ്ഞെടുപ്പ് വെച്ചത്. അവിടെ BJP മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ BJP സ്ഥാനാർത്ഥിയെ ജനങ്ങള് കണക്കിലെടുത്തിട്ടില്ലേ? അവിടെ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അവിടെ കണക്കിലെടുത്തിട്ടില്ല. പ്രിയങ്ക വന്ന് മത്സരിച്ചിട്ടും പോളിംഗ് കുറഞ്ഞു എന്ന് പറയുമ്പോഴ് പ്രിയങ്ക മത്സരിച്ചത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്, അല്ലാണ്ട് പ്രിയങ്ക ഒരു പ്രത്യേക രീതിയിൽ വന്ന് മത്സരിച്ചതല്ലല്ലോ. അവിടെ 65% ഏതാണ്ട് പോളിംഗ് ഇത്തവണയുണ്ട്. കഴിഞ്ഞ തവണ അതിന്റെ ഒരു 5-6% കൂടുതലുണ്ടായിരുന്നു. ഈ 65% പോളിംഗ് നടത്തിയതിന്റെ ഫലം വന്നിട്ട് വേണ്ടേ നമ്മൾ വിലയിരുത്താൻ. ഫലം വല്ലാതെ എങ്ങനെയാണ് ഈ BJP ഇങ്ങനെ വിലയിരുത്തുന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അല്ല, അവിടെ പാലക്കാട് ബാക്കി കിടക്കുന്നതുകൊണ്ടാണെന്ന് വ്യക്തമാണല്ലോ എൻ ശ്രീകുമാർ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതെ, പക്ഷേ അല്ല, അത് മഞ്ജുഷ, ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷി ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്, 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ അതിൽ സത്യസന്ധമായ നിരീക്ഷണം കാണിക്കണം. കാരണം ക്രിസ്ത്യൻ വോട്ട് കുറഞ്ഞു എന്ന് ഇവരെങ്ങനെയാ മനസ്സിലാക്കിയത്? ഇവരെല്ലാ ക്രിസ്ത്യൻ വീടുകളിൽ പോയിട്ട് ചോദിച്ചോ നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന്? അവിടെ ക്രിസ്ത്യൻ വോട്ട് മാത്രം കുറഞ്ഞു, അത് മുനമ്പം കാരണമാണ്, അല്ലെങ്കിൽ 2 മുന്നണികളെ എതിർപ്പുള്ളതാണ്. ഇതൊക്കെ എത്ര കാലമായിട്ട് BJPയോട് പറഞ്ഞു നടക്കുകയാണ്. BJPയുടെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമൊക്കെ നമ്മൾ ഒരുപാട് കാലമായി കാണുന്നതാണ്. BJP പറയുന്നതിനും അപ്പുറം കത്തോലിക്ക കോൺഗ്രസും അങ്ങനെ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു താങ്കളുടെ നിരീക്ഷിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല, ജിജി ജോസഫ് പറഞ്ഞ ഏതാണ്ട് അതേ നിലപാട് തന്നെയല്ലേ രാജീവ് കൊച്ചുപറമ്പിലും ഇവിടെ പറഞ്ഞത്. എൻ ശ്രീകുമാർ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പോൾ സമാനമായ നിലപാടാണ്. അദ്ദേഹം BJP കാരനല്ലല്ലോ. രാജീവ് കൊച്ചുപറമ്പിൽ ഒരു BJP കാരനല്ല. അല്ല, ഞാൻ പറഞ്ഞ കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിലും BJP പ്രതിനിധി ആണെങ്കിലും അവരുടെ നിരീക്ഷണം അങ്ങനെ ഞാൻ അവരെ കുറ്റം പറയില്ല. ഞാനതിൽ കണക്കുകളുടെ അടിസ്ഥാനമില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. റിസൾട്ട് വന്നിട്ടാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിലൊക്കെ ശരിയുണ്ട്. 65% വോട്ടിങ്ങില് പ്രിയങ്ക ഗാന്ധിക്ക് 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടില്ല എന്ന് നമുക്ക് ഇപ്പൊ ഗണിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, സാധാരണഗതിയിലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് ആ തെരഞ്ഞെടുപ്പിന്റെ ശതമാന കണക്കുകൾക്ക് നമ്മൾക്ക് വ്യക്തമായ വിശകലനം നടത്താൻ കഴിയുക ഫലം വന്ന ശേഷമാണ്. ഏത് തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടന്നാൽ പണ്ടുള്ള തൊട്ടുള്ളൊരു കാര്യമുണ്ട്. LDF ജയിച്ചാൽ അപ്പൊ പറയാം ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ LDFൽ ഒഴുകി, UDF ജയിച്ചാൽ പറയാം ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ UDFലേക്ക് ഒഴുകി. കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിലും സഭാ നേതൃത്വമാണെങ്കിലും അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. നേരെ മറിച്ച് സഭാ വിശ്വാസികളുടെ രാഷ്ട്രീയം വേറെയാണ്. സഭാ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ സഭാ നേതൃത്വം പറയുന്നത് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു കുറച്ചു പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് രാഷ്ട്രീയമുള്ളവർ ആ രാഷ്ട്രീയം അനുസരിച്ചിട്ടേ വോട്ടേ ഉള്ളൂ. അത് കോൺഗ്രസ് വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിൽ BJPയുടെ നിലപാടുകളുടെ ക്രൈസ്തവ പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളില് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു കാലാകാലങ്ങളിലായിട്ട്? മതേതരത്വം എന്നുള്ളത് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണ് ഇന്നുള്ളത്.
അതാദ്യം മനസ്സിലാക്കണം. പക്ഷെ അതേ കോൺഗ്രസിനെ തന്നെ നോക്കിക്കൊണ്ട് കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരും വൈദികരും പറയുകയാണ്, അതിൽ മേജർ ആർച്ച് ബിഷപ്പും ഉൾപ്പെടുകയാണ്. അവർ പറയുന്നത് എന്താണ്? ഈ ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്നു എന്നാണ്. അതായത് ക്രൈസ്തവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പരിഗണന വരുന്നത് എന്ന് പറയുമ്പോൾ അത് ഭരണപക്ഷത്തിന് നേരെ മാത്രമല്ല, LDF സർക്കാരിന് നേരെ മാത്രമല്ല, അതിൽ നിശബ്ദമായിട്ടെങ്കിലും അതിനെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ ചില സമയത്ത് കൈയടിച്ച് അതിനോടൊപ്പം നിൽക്കുന്ന UDF-നെയും കൂടിയാണ്, പ്രതിപക്ഷത്തെയും കൂടിയാണ്. അത് പലതവണ ബിഷപ്പുമാർ തന്നെ പറയുന്നതാണ്. താങ്കൾ പറഞ്ഞു ശരിയാണ്, വിശ്വാസികളെല്ലാം കേൾക്കണമെന്നില്ല, അത് ശരിയുമാണ്. അതായത് AICC നേതൃത്വത്തിന് ഒരു നിലപാടേ ഉണ്ടാവുള്ളൂ. BJPക്ക് കേന്ദ്രത്തിന് കേരളത്തിലും നിലപാടെടുക്കാം, CPM-ന് കേന്ദ്രത്തിലും കേരളത്തിലും നിലപാടെടുക്കാം. ഇപ്പൊ മുനമ്പം വിഷയത്തിലാണ് ഇവരെ കാര്യമായിട്ട് ഇപ്പൊ കൊണ്ടുവരുന്നത്. വയനാട് തെരഞ്ഞെടുപ്പ് നടന്നത് സമയത്ത് മുനമ്പം വിഷയം അതിങ്ങനെ പുരോഗമിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ്. മുനമ്പം വിഷയം നോക്കിയിട്ടാണ് വയനാട്ടിൽ വോട്ട് ചെയ്തതെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ യാതൊരു അർത്ഥവും അതിനില്ല. കാരണം വയനാട് അതിലും വലിയ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ മൃഗശല്യമുണ്ട്, അവിടുത്തെ ചൂരൽമല ദുരന്തമുണ്ട്, ഒരുപാട് വിഷയങ്ങൾ അവിടെ കിടപ്പുണ്ട്. നേരെ മറിച്ച് അവിടെ മുനമ്പം അല്ല അപ്പൊ ചർച്ച ചെയ്യുക. ഇത്തവണ വയനാട് ചർച്ച ചെയ്തിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ചർച്ച ചെയ്യുന്നുള്ള ശരിയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിലെ ഒരു ശ്രദ്ധേയായ മുഖമാണ്. അവര് വയനാട്ടിൽ വരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രചാരണത്തിൽ ഉണ്ടാകുന്ന ഊർജ്ജം നിസ്സാരമല്ല. പക്ഷെ BJP കഴിഞ്ഞ തവണ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഉള്ള നിലപാട് എന്തായിരുന്നു? അവിടുത്തെ വോട്ടർമാരുടെ 6 മാസം കൊണ്ട് ഒരു വോട്ടറുടെ നിലപാടൊന്നും മാറില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിലാണ് കേട്ടോ ശ്രീകുമാർ. പക്ഷെ പ്രിയങ്ക വന്ന് അത്രയും ആവേശം ഉണ്ടാക്കിയിട്ടും വോട്ടർമാരിൽ അത് പ്രതിഫലിച്ചില്ലല്ലോ. അതിനുള്ള ഒരു കാരണമായിട്ട് ഞാനതിൽ ഒരു കാരണമായിട്ട് കാണുന്നുള്ളൂ, BJP അതിന്റെ മുഖ്യ കാരണമായിട്ട് ഇതിനെ കാണുന്നു എന്നേ ഉള്ളൂ. ഈ ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായിട്ട് വീണിട്ടില്ല, പോളിംഗ് ബൂത്തിലേക്ക് ക്രൈസ്തവർ വോട്ട് ചെയ്യാൻ വരുന്നതിൽ വിമുഖത കാട്ടിയെന്ന്. ശ്രീ ഡോക്ടർ